നമസ്കാരം. ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഗോദയിൽ ഇറങ്ങിയതോടെ രംഗമൊന്ന് കൊഴുത്തിട്ടുണ്ട്. അതുവരെ ഏറെക്കുറെ നിർജീവമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചരണം എന്ന് തന്നെ പറയാം. അതിൽ ആണിപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, കളി അറിയാവുന്നവർ ഗാലറിയിൽ ഇരിക്കേണ്ടവരല്ല. അതിന് ആദ്യമേ തന്നെ സുപ്രീം കോടതിയോടാണ് നന്ദി പറയേണ്ടത്. സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകമുണ്ട്. അത് അദ്ദേഹം പറയുന്നതേ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യുന്നതേ പറയൂ എന്നുള്ളതാണ്. വാക്കുകൾക്ക് പൊന്നും വിലയുള്ള നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വാക്യവും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 10 ഗ്യാരണ്ടികളാണ്. ഇതോടൊപ്പം പ്രവർത്തകരെ റാലിക്കിടയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ തനിക്ക് 2-ാം തീയതി മടങ്ങിപ്പോവേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതിന് നഹി ജായേങ്ക എന്ന ആർപ്പുവിളികളോടെയാണ് പ്രവർത്തകർ പ്രതികരിച്ചത്. ജാദു ബട്ടൺ നിങ്ങൾ പരമാവധി അമർത്തു, എനിക്ക് തിരിച്ചു പോകേണ്ടി വരില്ല എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഇതിനോടുള്ള പ്രതികരണം. ഇവിടെ നോക്കേണ്ടത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് 4-ാം തീയതിയാണ്. പക്ഷേ സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു ഹാജരാവേണ്ടത് 2-ാം തീയതിയാണ്. അപ്പോൾ ഈ പറഞ്ഞത് വെറും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്ത് ഇതിനെ അങ്ങ് അവഗണിക്കാം. അരവിന്ദ് കെജ്രിവാളിനെ ശരിക്കും ഭയക്കേണ്ടത് മോദിയല്ല, പകരം രാഹുൽ ഗാന്ധിയാണ്. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇന്ത്യ മുന്നണിയുടെ ഒരു സ്വയം പ്രഖ്യാപിത ക്യാപ്റ്റനായി മാറുകയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. 10 ഗ്യാരണ്ടികളൊക്കെ പ്രഖ്യാപിച്ചത് മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി ആലോചിക്കാതെയാണ്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഭയപ്പെടണം എന്നുള്ളതിന്റെ കാരണം അരവിന്ദ് കെജ്രിവാൾ വല്ലാത്തൊരു അധികാരമോഹിയാണ് എന്നുള്ളത് തന്നെയാണ്. അത് പറയാനുള്ള കാരണം യാതൊരുവിധ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളും കെജ്രിവാൾ നടത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്നിട്ട് പോലും രാജിവെച്ച് അധികാരം മറ്റൊരാൾക്ക് കൈമാറാത്തത് കൊണ്ടാണ്. പോരാത്തതിന് കെജ്രിവാളിനെതിരെ ആദ്യ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതും കോൺഗ്രസ് ആണ്. ഇക്കാരണങ്ങളാലൊക്കെ തന്നെ കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് അടുത്തുള്ള സീറ്റുകൾ കിട്ടേണ്ടത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഇനി കെജ്രിവാളിന്റെ 10 ഗ്യാരണ്ടികളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. അതിലാദ്യത്തേത് രാജ്യം മുഴുവൻ 24 മണിക്കൂറും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ രാജ്യത്തെല്ലാവർക്കും ആദ്യ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകും. ഇത് കേൾക്കുമ്പോൾ ഒരു സുഖമായി തോന്നുമെങ്കിലും ഇത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തേത് വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഗ്യാരണ്ടിയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കും. മൂന്നാമത്തേത് ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടി. നാലാമതായി അഗ്നിവീർ പദ്ധതി റദ്ദാക്കും. അഞ്ചാമതായി നാണ്യവിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കും. അടുത്തത് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി. പിന്നെ വർഷാവർഷം 2 കോടി പുതിയ തൊഴിലവസരങ്ങൾ. അടുത്തതായി GST ലഘൂകരിക്കും. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇന്ത്യ മുന്നണിയും പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്തതായി പറഞ്ഞിരിക്കുന്നത് അഴിമതി ഇല്ലാതാക്കുമെന്നാണ്. അതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വന്തം കേസ് ആദ്യം ഇല്ലാതാക്കണം. പിന്നെ അനേകം അഴിമതി കേസുകളിലായി വിവിധ ആം ആദ്മി നേതാക്കൾ ജയിലിലാണ്, അവരുടെ കേസും ഇല്ലാതാക്കണം. ഇതിനെല്ലാത്തിനും പുറമെ നിരോധിത സിഖ് തീവ്രവാദ സംഘടനയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നുള്ള ഒരു ആരോപണവും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട്. ഈ കേസുകളെല്ലാം ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ അരവിന്ദ് കെജ്രിവാളിന് രാജ്യത്തിൽ നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അഴിമതിക്കാരായ BJPക്കാരെ അകത്താക്കാൻ കഴിയുകയുള്ളൂ. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗ്യാരണ്ടി ഇതൊന്നുമല്ല, ചൈനയുടെ കൈവശമുള്ള ഇന്ത്യയുടെ ഭൂമി തിരിച്ചുപിടിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് പോലും മടിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. ചങ്കിലെ ചൈനാവാദിയൊന്നുമല്ലെങ്കിലും ചൈനയെ ഇന്ത്യക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണമെങ്കിൽ അപാര കാവ്യ ഭാവന തന്നെ വേണം. ഏതായാലും ജയിലിലോട്ട് പോയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ നല്ല മാറ്റമുണ്ട്. ജയിലിൽ വെച്ച് CPMന്റെ പ്രകടന പത്രിക എങ്ങാനും വായിച്ചോ എന്നറിയില്ല. ഇനി ഒരു ഇന്ത്യ ചൈന യുദ്ധമാണ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അതിനോട് യോജിക്കുമോ എന്നറിയണം. കോൺഗ്രസിലെ മറ്റൊരു നേതാവായ മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാനെ കാണുമ്പോൾ തല കുമ്പിട്ട് തൊഴുത് ബഹുമാനിച്ച് നിൽക്കണമെന്നാണ്. ഏതായാലും സന്ദേശം സിനിമയിലെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നുണ്ട്, അച്ഛാ ഞാൻ നമ്മുടെ നഷ്ടപ്പെട്ട പറമ്പ് തിരിച്ചു പിടിക്കും. അപ്പോൾ തിലകൻ ഇതിന് മറുപടിയായി പറയുന്നത്, പറമ്പൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മക്കൾ രണ്ടുപേരും നന്നായി കണ്ടാൽ മാത്രം മതിയെന്നാണ്. ഇത് തന്നെ ഇവിടെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.